നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പൂന്തുറ പോലീസ് സ്റ്റേഷനിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. തൻ്റെ ഭർത്താവിനെ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന വിവരമാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഷൻ പരിധിയിലാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്നറിയാം. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് തിരുവനന്തപുരത്ത് പൂന്തുറയിൽ നിന്നും ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയുമായി ഭാര്യ എത്തിയത്. അന്വേഷണത്തെ തുടർന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വെമ്പായം സ്വദേശികളായ 39-കാരൻ ഷംനാഷ്, 41-കാരനായ MA നജിം ഷാ, 28-കാരനായ ബിജു പ്രസാദ്, 56-കാരനായ K അജിത് കുമാർ എന്നിവരെയാണ് പയ്യന്നൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പൂന്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ 32-കാരനായ RS രഞ്ജിത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് പൂന്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് രഞ്ജിത്തിന്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. സംഘം കാസർഗോഡ് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പൂന്തുറ പോലീസ് വിവരം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ സ്റ്റേഷനിൽ അറിയിച്ചു. പിന്നീടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും സംഘത്തോടൊപ്പം ഗോവയിലേക്ക് പോവുകയാണെന്നുമാണ് രഞ്ജിത്ത് പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്നാൽ പൂന്തുറ SHOയുടെ പ്രതികരണം ഇങ്ങനെയാണ്. സാമ്പത്തികമായ ഇടപാടിനെ തുടർന്ന് രഞ്ജിത്തിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. രഞ്ജിത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്ന ഭാര്യയുടെ പരാതിക്ക് പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ രഞ്ജിത്തിന് ഇതിനൊരു പരാതി ഇല്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, 1-ാം പ്രതിയുടെ ഭാര്യ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് സാമ്പത്തികമായി ഇവർ തമ്മിൽ ഇടപാടുണ്ടായിരുന്നെന്നും ഈ തുക മറ്റാരുടെയോ കയ്യിൽ രഞ്ജിത്ത് ഏൽപ്പിച്ചതായും അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്തിനെ കൂടെ കൊണ്ടുപോയി എന്നതാണ് ആദ്യത്തെ പ്രതി ചേർക്കപ്പെട്ട ആളുടെ ഭാര്യ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് കൂടുതൽ വിവരങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലുണ്ടായിട്ടുള്ള തട്ടിക്കൊണ്ടു പോകലാണോ, അല്ലെങ്കിൽ രഞ്ജിത്ത് സ്വമേധയെ അറിഞ്ഞുകൊണ്ട് കൂടെ പോയതാണോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും വിനീതമായിട്ട് താഴ്മയായിട്ട് പറയുകയാണ്, 1000 രൂപയുടെ കൂപ്പൺ എടുത്ത് ഞങ്ങളെ രക്ഷിക്കും. നിങ്ങൾ 1000 രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എല്ലാവരും കൂടി ശ്രമിച്ച് ഈ 1000 രൂപ ഈ കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഈ 1000 രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ. അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്.